Yes, hi guys, myself CMA Afsal Alungal here. Before starting the video, please hit the like button that will motivate me to do more CMA related videos. If you are new to my channel, please subscribe the channel for more CMA related updates. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അനാലിസിസ് വീഡിയോ ആണ്. ഞാൻ ആദ്യം ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പറയാം. ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഡേറ്റ്, ഏത് ഡേറ്റിന് മുമ്പാണ് അല്ലെങ്കിൽ ഏത് ഡേറ്റാണ് നമ്മൾ നമ്മുടെ CMA ഇന്റർ ആൻഡ് ഫൈനൽ ഡിസംബർ 2024 ടേമിൻ്റെ റിസൾട്ട് ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ജൂൺ 2025 ബാച്ചിലേക്കുള്ള CMA ഇന്റർമീഡിയറ്റിൻ്റെയും CMA ഫൈനലിൻ്റെയും ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എല്ലാ പേപ്പറുകളും ഇന്ററിൻ്റെ 2 ബോത്ത് ഗ്രൂപ്പ്, അതേപോലെ ഫൈനൽ ബോത്ത് ഗ്രൂപ്പ് റെക്കോർഡഡ് പേപ്പർ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അൺലിമിറ്റഡ് വ്യൂ, ക്വസ്റ്റ്യൻ ബാങ്ക്, നിങ്ങൾക്ക് തിയറി നോട്ട്സ്, MCQ നോട്ട്സ്, എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ റെസ്പോൺസ്, ഹ്യൂജ് റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ആ രീതിയിലുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. അതിലൊരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതിൻ്റെ താഴെ ഒരു ഓഫീസ് നമ്പർ ഉണ്ട്. ആ ഓഫീസ് നമ്പറിൽ വാട്സപ്പ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. പറയാൻ വന്നത്, CMA ഫൗണ്ടേഷൻ്റെ ടൈം ടേബിൾ ഇഷ്യൂ ചെയ്ത സമയത്ത്, CMA ഫൗണ്ടേഷൻ ടൈം ടേബിൾ ഡിസംബർ 2024 ടൈം ടേബിൾ ഇഷ്യൂ ചെയ്ത സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിന്റ് നമ്പർ 9 പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അത് നോക്കി നോക്കിയേ. ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ലേറ്റസ്റ്റ് ബൈ 9th January 2025 റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നായിരുന്നു ഡേറ്റ് ഷീറ്റ് ഇഷ്യൂ ചെയ്ത സമയത്ത്, ടൈം ടേബിൾ ഇഷ്യൂ ചെയ്ത സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൗണ്ടേഷൻ്റെ റിസൾട്ട് ആക്ച്വലി വന്നത് 7th January 2025 വിച്ച് മീൻസ് അവരെന്താണോ ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡേറ്റ്, അതിന് മുമ്പായിട്ട് 2 ദിവസം മുമ്പായിട്ടാണ് അവരുടെ ഫൗണ്ടേഷൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ഇന്ററിൻ്റെയും ഫൈനലിൻ്റെയും ഡേറ്റ് ഷീറ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ഇതേപോലെ ഡേറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ്, പോയിന്റ് നമ്പർ 9 ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് ഇന്റർ ആൻഡ് ഫൈനൽ എക്സാമിനേഷൻ ലേറ്റസ്റ്റ് ബൈ 21st February 2025. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുള്ള ഡേറ്റ്. സോ വി ക്യാൻ expect result before this date. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഫൗണ്ടേഷൻ റിസൾട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അവർ പറഞ്ഞ ദിവസത്തിന് മുമ്പേ പബ്ലിഷ് ചെയ്ത പോലെ ഇന്ററും ഫൈനലും ഇതേപോലെ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. Institute is working hard for that. So we can expect our result before 21st February. നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ കണക്കൂട്ടിയ പോലെ നോക്കുകയാണെങ്കിൽ 2 ദിവസം ആണെങ്കിൽ, വി ഡോണ്ട് നോ, 2 days ആണെങ്കിൽ ഇറ്റ് വിൽ ബി 19th of February. So this is my personal analysis. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ല, ദിസ് ഇസ് മൈ പേഴ്സണൽ അനാലിസിസ് ഓൺലി, ബട്ട് വി ക്യാൻ എക്സ്പെക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് വർക്കിംഗ് ഹാർഡ് ഫോർ ദിസ്. അപ്പോൾ റിസൾട്ട് വന്നിട്ട് പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അതായത് അടുത്ത എക്സാമിലേക്ക്, ജൂണിലേക്ക് പഠിക്കണോ വേണ്ടേ, അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇന്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അയാൾക്കൊരു 90% ഉറപ്പാണ് പാസ്സാവും. പക്ഷെ ഒരു 10% ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മേ ബി അഗ്രിഗേറ്റ് കിട്ടാതെ ആവാം, 200-ന് 197 196 ഒക്കെ വരാം എന്നൊക്കെ ഒരു ഡൗട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് റിസൾട്ട് എത്രയും നേരത്തെ വന്നാൽ അത്രയും നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇങ്ങനെയുള്ള കുട്ടികൾ പ്രിപ്പറേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തുടങ്ങൂല. കാരണം എന്താ,
അഥവാ പാസ്സായാൽ പിന്നെ വെറുതെ പ്രിപ്പയർ ചെയ്യുന്നതല്ലേ എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഇതിനൊക്കെ നല്ലതാണ് റിസൾട്ട് മുൻകൂട്ടി വന്നു കഴിഞ്ഞാൽ. ഇനി പരീക്ഷ എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാസ്സാവില്ല എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അവർ റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അവർക്ക് എപ്പോഴോ തുടങ്ങാം, മുൻകൂട്ടി തുടങ്ങണം, പ്രിപ്പയർ ചെയ്യണം. ഒരു ഗ്രൂപ്പ് എഴുതിയവരാണെങ്കിൽ അടുത്ത ഗ്രൂപ്പ് എന്തായാലും നമ്മൾ എഴുതണം. ഫസ്റ്റ് ഗ്രൂപ്പ് റിസൾട്ട് വരുമ്പോൾ നോക്കാം, അടുത്ത ഗ്രൂപ്പ് എന്തായാലും നമ്മൾ എഴുതണമല്ലോ. അതിനും പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള സമയം അധികരിച്ചിട്ടുണ്ട്. So you have to prepare well for this. Okay, all the very best and thank you.